ഒരുപാട് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഷോറൂമിന്റെ അകത്ത് കയറിയിട്ട് ഓരോ വണ്ടികൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പൊ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് അമൽ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. നമുക്ക് അകത്തേക്ക് കയറിയിട്ട് ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം. അമലേട്ടാ നമസ്കാരം. എന്താണ് വിശേഷം? സുഖം തന്നെ. ഇവിടെ ഇപ്പൊ എത്ര നാളായി ഷോറൂം തുടങ്ങിയിട്ട്? നമ്മളൊരു 2 വർഷത്തോളം. 2 വർഷത്തോളം. എങ്ങനെയുണ്ട് സെയിലൊക്കെ? കുഴപ്പമില്ലാതെ പോകുന്നു അല്ലേ? ഇവിടെ നമുക്ക് എന്താണ് ഈ പ്രീമിയം ബൈക്സും അല്ലാതെ വിന്റേജ് വണ്ടികളുണ്ടോ? വിന്റേജ് കുറവാണല്ലേ? മെയിനായിട്ട് പ്രീമിയം ബൈക്സും പിന്നെ സ്കൂട്ടറും എല്ലാം ഉണ്ടല്ലേ? എല്ലാ സെഗ്മെന്റും ഉണ്ട്. ഇപ്പൊ ഈ മഴയും ഇതൊക്കെ ആയതുകൊണ്ട് സെയിൽ ഭയങ്കര കുറവായിരിക്കും അല്ലേ? കുഴപ്പമില്ല. എന്താണ് ഇപ്പൊ നിങ്ങളുടെ ഷോപ്പിൽ ഓഫറും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നമുക്ക് ഓൾറെഡി 25 വാറന്റി ഉണ്ട്. നമുക്ക് വാറന്റി ഉണ്ട്. വേറെ ഓഫർ എന്താണ്? എന്തെങ്കിലും വണ്ടി മേടിക്കുന്നവർക്ക് എന്തെങ്കിലും ഓഫർ ഉണ്ടോ? ഇപ്പൊ എടുക്കുന്നവർക്ക് നമുക്കൊരു ഹെൽമെറ്റും മഴയൊക്കെ ആയതുകൊണ്ട് റെയിൻകോട്ടും ഒക്കെ കൊടുക്കാം. അടിപൊളി. അപ്പൊ ഇവിടെ നിന്ന് വണ്ടി മേടിക്കുന്നവർക്ക് ഹെൽമെറ്റും റെയിൻകോട്ടും ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ ലോണൊക്കെ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫിനാൻസ് ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ ഫിനാൻസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത്. അതെ. അപ്പൊ അതുകൊണ്ടിട്ടാ ലോണും നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. പിന്നെ ലോൺ വെറുതെ കിട്ടില്ലട്ടാ. എന്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കണം. പിന്നെ സിവിൽ സ്കോർ എല്ലാം ക്ലിയർ ആവണം. എന്നാൽ മാത്രമേ ലോൺ കിട്ടുള്ളൂ അല്ലേ? നമുക്കിനി ഓരോന്നായിട്ട് വണ്ടികളുടെ കാണാം. അപ്പൊ ഏത് സെക്ഷനിൽ ആദ്യം തുടങ്ങണം? ഇതിൽ തന്നെ തുടങ്ങിയേക്കാല്ലേ? ഓക്കെ. ഇത് ഡ്യൂക്ക് 200 ആണ്. ഡ്യൂക്ക് 200 അല്ലേ? BS6 2021 മോഡൽ. 15000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. 15000. അതെ. പ്രൈസ് വരുന്നത് 185. ഇതിപ്പോ ഏത് മോഡലാന്ന് പറഞ്ഞത്? 2021 മോഡല്. നമ്മൾ ഇവിടുന്ന് മേടിക്കുന്ന വണ്ടിക്കൊക്കെ എല്ലാം പേപ്പർ ക്ലിയർ ചെയ്ത് പക്കാക്കി കൊടുക്കും. നമ്മള് ശീലാവുമ്പോൾ തന്നെ അടച്ചിട്ടാണ് വിടുന്നത്. രാജ്യങ്ങളിൽ ആപ്പിനകത്ത് മാറും. രാത്രിയിലോട്ട് ആപ്പി ചേഞ്ച് ആവും. അപ്പൊ ആ ഒരു ടെൻഷൻ വേണ്ട. ഈ പേര് മാറാൻ എല്ലാവർക്കും ചെറിയൊരു പേടിയുണ്ടാവും. കാരണം പേരിലേക്ക് എന്ന് മാറി കിട്ടും, എപ്പോ മാറി കിട്ടും. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഇവിടുന്ന് തന്നെ എല്ലാം ക്ലിയർ ആക്കിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വരും. ഇത് നിഞ്ച 2014 മോഡല്. 2014 650. 3 lakh. നല്ല പെട വണ്ടി. നോക്കിയേ എന്താ ലുക്ക് നോക്കിയേ, കളർ നോക്കിയേ. ഇത് ഒറിജിനൽ കേരള തന്നെയാണല്ലേ? അതെ. ഇത് എത്ര കിലോമീറ്റർ ഓടിയതാ? അത് 21. ഫസ്റ്റ് ഓണർ? സെക്കൻഡ് ഓണർ. വണ്ടി. സ്ക്രാം 22 മോഡല്. അതിന്റെ പ്രൈസ് വരുന്നത് 240. 240 നമ്മ ഇപ്പൊ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ ചെയ്യേണ്ടി വരും? ട്രാക്ക് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 70-50 രൂപ അടുത്ത് നമുക്ക് ഇറക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ചെയ്യാം. മാക്സിമം നമുക്ക് നോക്കി ചെയ്യാം. അവരുടെ ട്രാക്ക് അനുസരിച്ചിരിക്കും എമൗണ്ട്. സ്കോർ അനുസരിച്ചല്ലേ? സ്കോറിന്റെ ട്രാക്ക് അനുസരിച്ചിരിക്കും. മാക്സിമം ഏത് ബാങ്കിന്റെ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം എമൗണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഏത് ബാങ്കിന്റെ കൂടുതൽ പ്രൊവൈഡ്? IDC ഉണ്ട്, ബിൽസ് ഉണ്ട്, ഫിനാൻസ് നമുക്ക് ഓൾമോസ്റ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇത് വന്ന് ചെയ്യാൻ പറ്റും അല്ലേ? അതെ. നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്തും ചെയ്യണമെങ്കിൽ നോക്കാം. അതും ചെയ്യാൻ പറ്റും. അടുത്ത വണ്ടി നോക്കാം. ഇത് AD 250 ആണ്. 2021 മോഡല്. ഇതിന്റെ പ്രൈസ് വരുന്നത് എങ്ങനെയാണ്? 280 വരും. 280 അല്ല 50. കൊള്ളാം, അടിപൊളി. അടുത്തേക്ക് നോക്കാം അല്ലേ? ബെന്റ്ലി 250 ആണ്. 250 അല്ലേ? 2016 മോഡല്. 2016 മോഡൽ. അടിപൊളി. പ്രൈസ് 125. 125. അതെ. റേറ്റ് കുറവാണ് അതൊക്കെ അല്ലേ? പിന്നെ എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടൂലേ? ചെറിയ രീതി എന്തെങ്കിലും നോക്കാം നമുക്ക്. ഡയറക്റ്റ് സംസാരിക്കുമ്പോഴത്തേക്കും കുറവ് കിട്ടും അല്ലേ? ഇതപ്പോ സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുണ്ട് ഇതൊക്കെ? 27 സംതിങ്. കിലോമീറ്റർ ഒക്കെ ജെനുവിനായിരിക്കും. എല്ലാം പക്ക വണ്ടികൾ മാത്രം നമ്മൾ സെയിൽ ചെയ്യും. നമ്മൾ നോക്കി ചെക്ക് ചെയ്തിട്ടാണ് എടുക്കാറ്. ഇത് 2022 മോഡൽ 390 ആണ്. ഇത് 330 വരും. 330. ഇത് എത്രാമത്തെ ഓണറാണ്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ബൈ ചാൻസ് സെക്കൻഡ് ഓണർഷിപ്പ്. ഡോമിനാർ 400 2022 മോഡൽ 2 lakh. എല്ലാം 21-20 ആ റേഞ്ചിലൊക്കെ ഇരിക്കുന്നത്. എല്ലാം കമ്പനി വാറന്റി ഇരിക്കുന്ന വണ്ടികളാണ്. ഇതും സിംഗിൾ ഓണർ തന്നെ? സിംഗിൾ ഓണർ ആണ്. കമ്പനി വാറന്റി ഉണ്ട് വണ്ടി. നിലവിൽ കമ്പനി വാറന്റി ഉണ്ട്. വണ്ടി ഇലക്ട്രിക് ആണ്. ഇത് എന്ത് വില വരുന്നത്? ഇത് 225 വരും. 225 അല്ലേ? ഇത് എത്ര വർഷം പഴക്കമുണ്ട്? ഇതിപ്പോ 22 മോഡലാണ്. 22 മോഡൽ. ബാറ്ററി ലൈഫ് ഒക്കെ നന്നായിട്ടുണ്ടാവും ഇനി. അതെ. അപ്പൊ പെട്രോൾ ബൈക്ക് മാത്രമല്ല, ഇലക്ട്രിക് ബൈക്കും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ആവശ്യമുള്ളവര് സെക്കൻഡ് ഹാൻഡ്. ഇത് ഫ്രഷിനൊക്കെ എന്ത് വില ഉണ്ട്? ഇത് 280 സംതിങ്. റേറ്റ് കൂടിയിട്ടുണ്ട് കറക്റ്റ്. ഇത് ബീമിന്റെ G310 R.
പുതിയ വണ്ടിയാണ് 2023 മോഡലാണ്. 23 ഏത് മാസത്താണ്? ഇത് ഇറങ്ങി എടുത്തിട്ട് ഒരു 2 month അറേഞ്ച് ആയിട്ടുള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ പോകുന്നതിന്റെ ഇപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് എന്താണ് സെയിൽ ആക്കുന്നത്. കാരണം ചിലർ വിചാരിക്കും വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഇതൊക്കെ ആയിട്ടാണെന്ന് വിചാരിക്കും. അപ്പൊ അതുകൊണ്ടല്ല, വണ്ടി ഇതിന്റെ ഓണർ എബ്രോഡ് പോവുകയാണ്, അതുകൊണ്ടാണ് വണ്ടി സെയിൽ ആക്കിയത്. ഇത് അപ്പൊ അധികം കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവില്ല? ഇല്ല, 2000. അടിപൊളി. 2000 കിലോമീറ്റർ ആയി ഓടിയിട്ടുള്ളത്. അതും പ്രൈസ് എത്രയാണ്? 360. 360. അപ്പൊ 360 നമുക്ക് സുഖമായിട്ട് BMW സ്വന്തമാക്കാൻ പറ്റും. പിന്നെ ഇതിന് നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ചെയ്യേണ്ടി വരും? ആദ്യം നമുക്ക് ട്രാക്ക് അനുസരിച്ച് BM ഒക്കെ ആകുമ്പോഴത്തേക്ക് സൂപ്പർ ബൈക്ക് വേരിയന്റിലായതുകൊണ്ട് നോക്കി ചെയ്യേണ്ടി വരും. 2 lakh വരെയൊക്കെ ചെയ്യാൻ പറ്റും. 2 lakh വരെ ലോൺ കിട്ടും. നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ചെയ്യാൻ പറ്റും. ഇത് RR3 ടൺ അല്ലേ? RR3 ടൺ. ഇതും അധികം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇല്ല, 21 മോഡൽ. 250 വരും. 250. ഇതൊക്കെ വണ്ടി കണ്ടാൽ തന്നെ അറിയാം, അധികം ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നല്ല എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നത് അല്ലേ? കമ്പനി വാറന്റി ഇരിക്കുന്നതാണ്. ഇത് എത്ര കിലോമീറ്റർ ഓടി? ഇതൊക്കെ ഇത് 14,000 കിലോമീറ്റർ. KL6 അതായത് ഇടുക്കി രജിസ്ട്രേഷൻ ആണ് ഇതിന്റെ വരുന്നത്. അടിപൊളി. പിന്നെ RC200 MotoGP എഡിഷൻ 2021 മോഡല്. ന്യൂ ഷേപ്പ് പുതിയത് MotoGP എഡിഷൻ 2021 മോഡലാണ്. പ്രൈസ് വരുന്നത് 2,50,000. 2,50,000 എന്നൊക്കെ പറയും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് മേടിക്കട്ടെ. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഇവിടെ വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഒക്കെ സെറ്റ് ആക്കി തരും അല്ലേ? അപ്പോ അടുത്തത് ഹിമാലയൻ അല്ലേ? 2022 മോഡൽ ഹിമാലയൻ. പ്രൈസ് വരുന്നത് 2,45. 2022 അല്ലേ? 22. എത്ര കിലോമീറ്റർ ഓടി? ഇതൊക്കെ അധികം ഓടിയതാണോ? ഓഫ് റോഡൊക്കെ പോയതാണോ? അല്ല, കുഴപ്പമില്ല. ആക്സസറീസ് കാര്യങ്ങളെല്ലാം കേറിയിട്ടുണ്ട്. ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇത്ര നാളത്തേക്ക് നമ്മൾ സർവീസ് അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ? സർവീസിൽ ഇതെല്ലാം ചാകത്തിരിക്കുന്നെല്ലാം നമ്മുടെ മോഡൽ കൂടിയ വണ്ടികളാണ്. കമ്പനി വാറന്റി ഉള്ളതാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു ഗ്യാരണ്ടി കൊടുക്കേണ്ട കാര്യമില്ല. കമ്പനി വാറന്റി ഉള്ളതാണ്. ഓൾറെഡി കമ്പനി വാറന്റി ഉള്ളതാണ്. 2019 മോഡൽ ക്രോം ആണ്. 260 ആണ്. 16,000 കിലോമീറ്റർ. 16,000. നിസ്സാര കിലോമീറ്റർ എല്ലാ വണ്ടികളും ഓടിയിട്ടുണ്ട്. അപ്പൊ കിലോമീറ്റർ കുറച്ച് ഓടിയുള്ള വണ്ടിയാകുമ്പോഴത്തേക്ക് അത്രയും വണ്ടിക്ക് ലൈഫ് കൂടുതൽ കിട്ടും അല്ലേ? പ്രോപ്പർ സർവീസ് ഒക്കെ ചെയ്ത് കിലോമീറ്റർ. പിന്നെ ഇവിടെ പാർക്ക് ആൻഡ് സെല്ലും ഉണ്ട്. വണ്ടി ഇവിടെ സെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവെക്കാം. കസ്റ്റമർ പറയുന്ന റേറ്റിൽ നമ്മൾ ആൾക്കൂടെ വരുമ്പോഴത്തേക്ക് നമ്മൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് പിന്നെ കച്ചവടം നടന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കസ്റ്റമർ കാശ്. അതെ, 5%. അകത്തുള്ള ഒരുപാട് പ്രീമിയം ബൈക്സ് നമ്മൾ കണ്ട്. ഇനി പുറത്ത് സാധാരണ പ്രീമിയം ബൈക്ക് അല്ലാത്ത നോർമൽ റേഞ്ചിലുള്ള പൾസർ, അതുപോലെ യൂണിക്കോൺ അല്ലേ? വണ്ടികൾ എല്ലാം നമുക്ക് കാണാം. അപ്പൊ ഇനി പുറത്തെ കാഴ്ചകൾ കാണാം. ഓക്കെ, വാ. പിന്നെ പുറകിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരുപാട് ബൈക്കാണ് നിരത്തി വെച്ചിരിക്കുന്നത്. അതിനകത്ത് സ്കൂട്ടറുകളുണ്ട്, പിന്നെ മൈലേജ് പർപ്പസിനുള്ള വണ്ടികളുണ്ട്, പൾസർ, ജാവ, എൻഫീൽഡിന് തന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. നമുക്ക് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പോ നമുക്ക് എവിടെ തുടങ്ങണം? ഈ സൈഡിൽ തുടങ്ങണം. സ്കൂട്ടറിൽ തന്നെ തുടങ്ങാം അല്ലേ? 2021 മോഡലാണ്. 2021 മോഡലും എൻടോർക്ക്. 75 രൂപ. ഇതിനൊക്കെ നമുക്ക് ഫിനാൻസ് കിട്ടും. ഒരു 25 രൂപ അടച്ചിറക്കാം. 25 രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 20 രൂപ അടച്ചിറക്കാം. ഇതിപ്പോ ഏത് വർഷം മുതലുള്ള വണ്ടിക്കാണ് നമുക്ക്? 2015 തൊട്ട് മേളിലോട്ടുള്ള വണ്ടികളാണ്. 2015 തൊട്ട് മേളിലേക്കുള്ള എല്ലാ വണ്ടികൾക്കും ഇൻഷുറൻസ് അല്ല, ഫിനാൻസ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. ഇത് ഡിയോ 2018 മോഡൽ. 2018 മോഡല്. ഇതൊക്കെ എന്തോരം കിലോമീറ്റർ ഓടിയതായിരിക്കും? ഇതൊക്കെ ലേഡീസ് യൂസ് ചെയ്ത് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ എല്ലാം ഉണ്ട്. മിക്സഡ് ആണ് വരുന്നത് അല്ലേ? സ്കൂട്ടർ ഇപ്പൊ ഈ ടൗൺ ഏരിയ ഒക്കെ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് സ്കൂട്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതും ഇതേത് 2021 മോഡൽ. 75 രൂപ. ഇത് എത്ര? സിംഗിൾ ഓണർ ആണ്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. എല്ലാ വണ്ടിയും സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? എല്ലാം തന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ സിംഗിൾ ഓണർഷിപ്പ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ധൈര്യമായിട്ട് കുറച്ചും കൂടി മേടിക്കാൻ ഒരു ഇത് ഉണ്ട്. എന്ന് വെച്ചാൽ അധികം റഫ്യൂസ് ഉണ്ടാവൂല. ഇത് 2021 മോഡൽ 80 രൂപ. എത്ര കിലോമീറ്റർ ഓടിട്ടുണ്ട്? ഇത് 15 അല്ലേ? 15,000 കിലോമീറ്റർ ഓടിട്ടുണ്ട്. ഇത് എത്ര പറഞ്ഞ പ്രൈസ്? ഇത് 80 രൂപ. അടിപൊളി. ഈ റോ മൊത്തം ഇരിക്കുന്നത് 21 മോഡലാണ്. ഇത് ബ്ലാക്ക് പാന്തർ എഡിഷൻ ആണ്. ഇതെല്ലാം റേറ്റ് വരുന്നത് ഒരു 75 റേഞ്ച് വരുന്നതാണ്. 2 യെല്ലോയും ഒരു ബ്ലൂവും ഒരു പർപ്പിൾ കളർ. എല്ലാം എൻടോർക്ക് തന്നെയാണ്. 2021 മോഡല് എൻടോർക്ക് ആണ്.
ഇതിന്റെ പ്രൈസ് ഒക്കെ എങ്ങനെ വരുന്നത്? 75 എല്ലാത്തിനും. അതെ 21 അല്ല. അപ്പൊ കിലോമീറ്റർ ചെറിയ ചെറിയ വ്യത്യാസം. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇത് എല്ലാത്തിനും 75 രൂപയുണ്ട്. വെറും 75 അല്ല, 75,000 ഉണ്ട്. ഇപ്പുറത്ത് യമഹയുടെ തന്നെ റേ ഇരിപ്പുണ്ട്. ഫസീനോ അത് 21 മോഡല് 75 രൂപ. 75 രൂപ. അതാ അപ്പുറത്തിരിക്കുന്ന റേസ് അത് 80 രൂപ വരും. 22 മോഡലാണ്. 22 മോഡൽ റേസ് 80 രൂപ അല്ലേ? അതിന്റെ അപ്പുറത്തിരിക്കുന്ന 21 മോഡലാണ്. അത് 75 തന്നെ. 75. പിന്നെ തൊട്ടപ്പുറത്തെ ഒരു എക്സ്പൾസ് ഇരിപ്പുണ്ട്. ഇത് 2019 മോഡൽ കാർബറേറ്റർ ടൈപ്പ് ആണ്. കാർബറേറ്റർ ടൈപ്പ്. പ്രൈസ് വരുന്നത് 90 രൂപ. 90 രൂപ. സിംഗിൾ ഓണർ തന്നെ? സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയത്? ഇത് 40 എടുത്ത് ഓടിയിട്ടുണ്ട്. 40 എടുത്ത് ഓടിയിട്ടുണ്ട്. ഡോമിനാർ 2021 മോഡല് 185 വരും. 26,000 കിലോമീറ്റർ. ഡോമിനാർ 2021 മോഡൽ. 2021 മോഡൽ ഡോമിനാർ. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 26,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2021 മോഡലാണിത്. അടിപൊളി. ഈ ഹിമാലയൻ എങ്ങനെ റേറ്റ് വരുന്നത്? 175. മറ്റേത് എന്താ ശരിക്കും? അപ്പൊ ആ ഹിമാലയൻ റേറ്റ് കൂടുതൽ വരാനുള്ള 22 മോഡലാണ്. ഇത് ഏത് മോഡലാണത്? 2019 മോഡൽ ഹിമാലയൻ. ഇത് സിംഗിൾ ഓണർ തന്നെ? സിംഗിൾ ഓണർ. എങ്ങനെ ഇതിന്റെ പ്രൈസ് വരുന്നത്? 175. ഇനി അപ്പുറത്തേക്ക് നമുക്ക് കുറച്ച് ബുള്ളറ്റിന്റെ കളക്ഷൻ നോക്കാം. ബുള്ളറ്റിന്റെ FC250 ആണ്. 2017 മോഡല് 80 രൂപ വരും. 80 രൂപ. NS200 ഇരുപുണ്ട്. 2019 മോഡല്. അതിന്റെ പ്രൈസ് ആണെങ്കിൽ 95 രൂപ വരും. 95 രൂപ. 2019 മോഡൽ. 19 മോഡൽ. ഇത് ബുള്ളറ്റ് ക്ലാസിക് 2022 മോഡലാണ്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. അതെ അതെ. അധികം പഴക്കൂല. 2022 മോഡൽ ബുള്ളറ്റ് ആണ്. ഇത് 230 വരും. 230 ക്ലാസിക് 350. അതെ അതെ. ജെ-സീരീസ് എഞ്ചിൻ ആണ് ഇതെല്ലാം. ഇതും അതെ 21 മോഡല് 220 വരും ഇത്. പിന്നെ ഇത് ബുള്ളറ്റ് 4 വേരിയന്റ് ഇരിപ്പുണ്ട് ഇവിടെ. ബുള്ളറ്റ് ES ഇരിപ്പുണ്ട് 135. ബുള്ളറ്റ് 500 ഉണ്ട് 18 മോഡല് 135 രൂപ. ഇത് 17 മോഡല് ക്ലാസിക് ആണ്. അത് 90 രൂപ. 17 മോഡൽ 90 രൂപ വരും. 2017 മോഡൽ ക്ലാസിക് 90 രൂപ. 20 രൂപ അടച്ചാല് അടക്കം ഇറങ്ങി. ഇതിനൊക്കെ എത്ര അടക്കേണ്ടി വരും ആദ്യം? അപ്പൊ ഈ 2022 മോഡലിന് 22 ഒക്കെ നമുക്കൊരു 60-70 ഒക്കെ ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ 7 രൂപയ്ക്ക് അടച്ചിറക്കാം. ജാവ 2021 മോഡല്. ജാവ 2021 മോഡല് 135. പിന്നെ ഇത് ജാവ 42 ആണ് ഇത് അല്ലേ? 42. പിന്നെ അവഞ്ചർ ഇത് 2021 മോഡൽ 85 രൂപ. 2021 മോഡല് അവഞ്ചർ 220 സ്ട്രീറ്റ് ആണ്. എത്ര പ്രൈസ് വരുന്നതിന്? 85 രൂപ. 85 രൂപ. 40 രൂപ. 16 മോഡല്. 2016 മോഡൽ ഇരിപ്പുണ്ട് 16 രൂപ. 40 രൂപ കേട്ടോ, മാറിപ്പോയി. 40 രൂപക്ക്. ഇത് തണ്ടർബേർഡ്. ഇത് 95 രൂപ വരും. 95 രൂപക്ക് തണ്ടർബേർഡ് 500. എല്ലാ വണ്ടിക്കും നമുക്ക് ഇവിടെ നിന്ന് അവര് 2017 മോഡലാണ്. 2017 മോഡൽ ഫിനാൻസും കിട്ടും. പിന്നെ ഇവരുടെ സർവീസ് ഗ്യാരണ്ടി എല്ലാം ഉണ്ട് അല്ലേ? ഇത് യൂണിക്കോൺ 2012 മോഡല് 35 രൂപ. 13 മോഡൽ 40 രൂപ. ഇത് വളരെ റേറ്റ് കുറഞ്ഞ, അതായത് കുറച്ച് വർഷം പഴക്കമുണ്ട്, എന്നാലും റേറ്റ് കുറഞ്ഞ വണ്ടികളാണ് ഈ സൈഡിൽ ഇരിക്കുന്നത്. ഇത് 11 മോഡൽ 20,000 രൂപ. 20,000 രൂപ. ഇത് FC2 വേർഷൻ 2 65 രൂപ. 2018 മോഡൽ 65 രൂപ. 20,000 രൂപക്ക് നിങ്ങൾക്ക് പൾസർ സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഇതിന്റെ ഒന്നും ലോണിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇതിനായിട്ട് വന്നു കഴിഞ്ഞാൽ പൾസർ ഇത് ഏത് മോഡൽ? 2011 മോഡല്. അതേപോലെ ഈ യൂണിക്കോൺ ഏത് മോഡലാണ് പറഞ്ഞത്? 13 മോഡല്. ഇതിനൊന്നും ഫിനാൻസിന്റെ ആവശ്യമൊന്നുമില്ല, കാരണം നിസ്സാര പൈസക്ക് നമുക്ക് ഇവിടെ സ്വന്തമാക്കാൻ പറ്റും ബൈക്ക്. ഇത് 2021 മോഡൽ മീറ്റിയോർ ആണ്. 185 വരും. 21,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. 2021 മോഡല്. നിസ്സാര കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വണ്ടിയൊക്കെ. അപ്പൊ ധൈര്യമായിട്ട് വണ്ടി വന്ന് മേടിക്കാം ഇവിടെ നിന്ന്. ഇത് 2020 മോഡൽ പൾസർ 150 75 രൂപ. 75 രൂപ. ഇത് മൊത്തം പൾസർ സെക്ഷൻ ആണല്ലേ? 220 150 ഉണ്ട്. പിന്നെ ബാക്കി ഇരിക്കുന്ന ജിക്സർ ആണ്. ജിക്സർ ആണെങ്കിൽ 15 മോഡലാണ് 55 രൂപ. പിന്നെ ഇത് മൊത്തം CT100 പ്ലാറ്റിന. ഇത് മൈലേജ് പർപ്പസിന് വേണ്ടിയുള്ള വണ്ടികളല്ലേ? അതെ. ഇതെല്ലാം 21 മോഡലാണ്. എല്ലാം 21 മോഡൽ. ഇതൊക്കെ എന്ത് റേറ്റ്? 65-70 65-70 വണ്ടി കിട്ടും അല്ലേ? അതെ.
എല്ലാ റേഞ്ച് തന്നെയാണ്. എല്ലാ റേഞ്ച് തന്നെ. മൈലേജ് പർപ്പസിന് വേണ്ടിയുള്ള വണ്ടികളാണ് ഈ സെക്ഷൻ മൊത്തം. പ്ലാറ്റിന, CT100, പ്ലാറ്റിനൊക്കെ നല്ല മൈലേജ് ഇല്ലേ. അപ്പൊ ഇത്രയും വണ്ടി കളക്ഷൻ ആണ് ഇവിടെ ഉള്ളത് അല്ലേ? സ്റ്റോക്ക് വരാനുണ്ട്. ഞാനിത് കൂടുതൽ ഞാൻ പറഞ്ഞില്ല, വിന്റേജ് വണ്ടികളാണ് നമ്മൾ കൂടുതലും ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ RX100, 135 അങ്ങനത്തെ വല്ലതൊക്കെ എങ്ങനെയാണ്? നമ്മളെ സ്റ്റോക്ക് കുറവാണ്. മോഹവിലയാണല്ലോ നമ്മുടെ സ്റ്റോക്ക് കുറവാണ് പൊതുവെ. ഒക്കെ നമുക്ക് എടുക്കാം, നോക്കാം. വരാറുണ്ടോ? വണ്ടി വരാറ് എൻക്വയറി ഒക്കെ ഉണ്ട്. സ്റ്റോക്ക് ഒരുപാട് ആൾക്കാര്, ഞാനും ഒരു ഇസത്ത് അന്വേഷിച്ചെടുക്കണം, അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. കേസ് വണ്ടി കിട്ടാനില്ല, കേസ് ഉള്ളവരാണായിട്ട് കൊടുക്കത്തില്ല. എന്റെ ഒരു ഇമ്പൾസ് ഇരിപ്പുണ്ട് പഴയ 2012. പിന്നെ ഒരു 135 15 വർഷം സിംഗിൾ ഓണർ വണ്ടി ഞാൻ യൂസ് ചെയ്തതാണ്, ഷോറൂമിൽ മേടിച്ചതാണ്. അത് ഒരു ടൈറ്റ് വന്നപ്പോഴത്തേക്കും അത് സെയിലാക്കി. ഇപ്പൊ അത് മേടിക്കാൻ വേണ്ടി പുറകെ അവന്റെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുകയാണ്. ഇപ്പൊ അവന്റെ മനസ്സ് മാറിയിട്ടുണ്ട്. ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ വണ്ടി കൊടുക്കാൻ താല്പര്യം ഉണ്ട്, എടുക്കണ്ടെന്ന് ചോദിച്ചു. ഞാൻ എടുക്കാന്ന് റേറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭാഗ്യം വേണ്ടി ചിലപ്പോ അത് കിട്ടും. കാരണം ആദ്യമായിട്ട് മേടിച്ച വണ്ടി അതാണ്, 2005 ഫ്രഷ് ഷോറൂമിൽ നിന്ന് മേടിച്ചാണ്. അപ്പൊ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്ന്. അപ്പൊ വണ്ടി ആവശ്യമുള്ളവർ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നേരി. നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതിന്റെ ലൊക്കേഷൻ ഞാൻ വന്ന വഴിക്കാൻ ഇട്ടിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആ ഡയറക്ഷനിൽ നിന്ന് വരുമ്പോഴത്തേക്ക് കലൂരിൽ നിന്ന് വരുന്ന സൈഡാണത്. ഞാൻ ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസും പിന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോ അങ്ങനെയായിട്ട് ഒരുപാട് താങ്ക്സ് വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നതിന്. അപ്പോ വണ്ടി സെയില് നന്നായിട്ട് നടക്കട്ടെ. അപ്പോ ഇന്നത്തെ വീഡിയോ ഇതോടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ടാ. ഞാൻ പറഞ്ഞല്ല, ഇത് പുതിയൊരു കാറ്റഗറി സെക്ഷൻ നമ്മൾ വീഡിയോ തുടങ്ങിയേക്കണേന്ന്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും മാക്സിമം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് വിജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ.